ലോ പോയിന്റ് ആണ്. അച്ഛനോ? ഞാൻ വിചാരിച്ചു ഏതോ കുത്തക മുതലാളിയാണെന്ന് പേടിച്ചു പോയി. മുതലാളിമാരെ എന്തിനാ പേടിക്കുന്നത്? അവരെ മാത്രമാണ് അച്ഛാ പേടിക്കേണ്ടത്. വിപ്ലവത്തിന്റെ ശത്രുക്കൾ, സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചില്ലുകൾ, കാരമുള്ളുകൾ, കാളസർപ്പങ്ങൾ. ഇങ്ങനെ പേടിച്ചുള്ളൊരു ജീവിതം നിനക്ക് വേണോ പ്രഭേ? വക്കീൽ ഭാഗം പഠിച്ചിട്ട് നീ എന്താ കോടതി പോകാത്തെ? കോടതി പോകാൻ വേണ്ടി അല്ല അച്ഛൻ ഞാൻ വക്കീലായത്. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ ഇപ്പൊ എല്ലാരും LLB എടുക്കണ്ടല്ലോ. സാധാരണക്കാരനല്ലെന്ന് മറ്റുള്ളവരെ തോന്നിക്കാൻ ഇതാണ് അച്ഛാ പറ്റിയ മാർഗം. കോടതി കേസ് ജയിക്കാനൊക്കെ നല്ല മിടുക്ക് വേണ്ടേ? നീ ലോ പോയിന്റ്സ് ഒക്കെ എഴുതിയെടുക്കാണെന്നാ ഞാൻ കരുതിയത്. അല്ല, ഇത് ഞങ്ങളുടെ താത്വികമായ പുസ്തകങ്ങളാണ്. ഞാനാണിപ്പോ മാനങ്കര മണ്ഡലത്തിലെ പാർട്ടിയുടെ ബുദ്ധിജീവി. സ്റ്റഡി ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത് ഇപ്പൊ ഞാനാണ്. ബുദ്ധിജീവി ആയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് അച്ഛാ. എന്ത് പ്രശ്നം? സമരത്തിന് പോണം, അടിപിടിക്ക് പോണം, അങ്ങനെ പല രീതിയിലും നമ്മുടെ തടി കേടാകും. ബുദ്ധിജീവി ആകുമ്പോൾ നമ്മൾ പുറകിലിരുന്ന് ചുമ്മാ ആഹ്വാനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഫാക്ടറി അടച്ചു പൂട്ടിക്കുക, പോലീസിനെ ആക്രമിക്കുക, മുതലാളിയെ കുത്തിക്കൊല്ലുക. നമ്മളൊന്നും അറിയണ്ടല്ലോ, എല്ലാ അണികൾ ചെയ്തോളും. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കൊല്ലും കൊലയാണോ? അതായത് മനുഷ്യന്റെ ബേസിക് നീഡ്സ് എന്തൊക്കെയാണ്? ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ. അതാണല്ലോ. അത് മാറി. ലോകത്ത് എവിടെയെങ്കിലും ഫുഡിന് വേണ്ടിയോ ക്ലോത്തിങ്ങിന് വേണ്ടിയോ ഷെൽട്ടറിന് വേണ്ടിയോ സമരം നടന്നിട്ടുണ്ടോ? അതില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമേ നടന്നിട്ടുള്ളൂ. ഉട്ടോപ്യൻ യുഗത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. റിവിഷനിസ്റ്റുകൾ, പ്രോലറ്റേറിയറ്റ്സിന്റെ കാലാകാലങ്ങളായിട്ടുള്ള വിഘടനവാദം. എന്താണ് ഒക്ടോബർ വിപ്ലവം? വാട്ട് ഈസ് ചൈനീസ് മതിൽ? പറയൂ. അച്ഛന് സംശയം തീർക്കാൻ ഞാൻ കുറച്ച് പുസ്തകങ്ങൾ തരാം കേട്ടോ. ഈ ഭരണം കയ്യിലുള്ളപ്പോഴേ പാർട്ടിയെ വളർത്താൻ പറ്റും. അല്ലാതെ ഭരണം പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് പറയില്ല. പാർട്ടി വളർത്തലും അച്ചടക്കം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ എന്താ ചെയ്യാ? അതാണ് പ്രശ്നം. പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അച്ചടക്കമൊക്കെ വേണമെന്നാണ്. പ്രസിഡന്റ്, ഈ ചൂട്ട് എന്താ ചെയ്യണ്ടേ? ചൂട്ട് നീ കുറേശ്ശെ തിന്നോ. കുത്തി കിടത്തടായി. ഒരു ചൂട്ട് എന്തേന്ന് അറിഞ്ഞുകൂടാത്തവനാണ് ജനസേവനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇതായിരിക്കും KRPയുടെ അച്ഛൻ. അച്ഛന് മനസ്സിലായില്ലേ? KG പൊതുവാൾ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ്. എന്ത് ചോദ്യാണ്? അറിയാണ്ടിരിക്കോ? പ്രത്യേകിച്ച് മാനങ്കര മണ്ഡലത്തിലൊരു വോട്ടർ. നമ്മുടെ പേരെന്താണ്? രാഘവൻ നായർ. മിസ്റ്റർ രാഘവൻ നായർ. ഈ പയ്യനുണ്ടല്ലോ KRP, മിടുക്കനാ. ഇവൻ വലിയവനാകും. ചൂട്ട് കത്തിക്കട്ടെ. ഞങ്ങള് ഒരു വലിയ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഈ രാത്രി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്താണാവോ? INSPയുടെ ഭാരതയാത്രാ ഫണ്ടിനുള്ള പണപ്പിരിവ് ഉടൻ തുടങ്ങിയ. അത് സാരല്ല, 5000 10,000 എത്രയാണെന്ന് വെച്ചാൽ KRP ഏൽപ്പിച്ചാൽ മതി. അതല്ല ഞങ്ങൾ പറയാൻ വന്നേ. യശ്വന്ത് സഹായിച്ചാണല്ലോ ഭാരതയാത്രാ സംഘത്തിന്റെ നേതാവ്. ആരാ? കേട്ടിട്ടില്ലേ? INSPയുടെ ക്യാമ്പയിൻ ജോയിന്റ് സെക്രട്ടറി യശ്വന്ത് സഹായിജി. ഞാൻ കേട്ടിട്ടില്ല. അച്ഛൻ കുറെ കാലം തമിഴ്നാട്ടിലായിരുന്നല്ലോ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ജീവിക്കുന്നവർക്ക് ഒരു അഖിലേന്ത്യാ നേതാവിനെ കേട്ടൂടെ? മിസ്റ്റർ നായർ, ഇനിയെങ്കിലും ഞങ്ങളുടെ നേതാക്കന്മാരുടെ പേരുകളൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കൂ. കത്തിക്കട്ടെ. കൊണ്ടുപോടാ അവിടുന്ന്. അപ്പൊ മിസ്റ്റർ നായർ, അഭിവന്ദ്യനായ സഹായിജി ഈ മാനങ്കരയിലും ഒരു ദിവസം തങ്ങുന്നുണ്ട്. അന്നേ ദിവസം അദ്ദേഹത്തിനുള്ള ലഞ്ച് ഈ വീട്ടിൽ തന്നെ കൊടുക്കണമെന്ന് KRP ഭയങ്കരമായി അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലഞ്ച് തട്ടിയെടുക്കാൻ ഞങ്ങളിൽ തന്നെ പ്രമുഖരായ പലരും കളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സഹായിജി ഈ വീട്ടിൽ നിന്ന് ഉണ്ണും. അച്ഛാ, അങ്ങനെ വല്ല വീട്ടിൽ നിന്ന് ഉണ്ണുന്ന ആളല്ല സഹായിജി. അല്ല പിന്നെ സഹായിജി ഇവിടുന്ന് ഉണ്ണണേ ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ. ഞാനും ശ്രമിക്കാം. അപ്പം മറ്റേ KRP, ഓ, ഇനി ചൂട്ട് കത്തിക്കാവോ? നിന്റെ പണ്ടാറടിക്ക ചൂട്ട്. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDPക്ക് അടിത്തറ ഇല്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും.
ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി. അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്നൊരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. പരിപ്പോടെ എവിടെയോ? ഇന്ന് പരിപ്പഴം ഉണ്ടാക്കില്ല സാർ. പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? പരിപ്പോടെയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പോടെ ഉണ്ടാക്കി കൊണ്ടുവരാ. പാർട്ടി പറയുന്ന ആദ്യം അനുസരിക്കാം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അബദ്ധങ്ങളെ പറ്റി ചൂണ്ടി കാണിക്കേണ്ടവരാണ്. അതിനല്ലേ നേതാക്കന്മാരുള്ളത്. എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഉത്തമം നടന്നേ, ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. സാർ വന്നേ. അതായത് എന്താണ്? വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. എന്തിന്? ഞാൻ പെണ്ണ് കെട്ടണത്രേ. പെണ്ണ് കിട്ടാനോ? അയ്യേ, തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഭാര്യയും കുടുംബമൊക്കെ അതിന് തടസ്സാണ്. അച്ഛൻ ഒരേ പിടിപിടിക്കാണ്. കോട്ടപ്പള്ളി, പാർട്ടിക്കുന്ന ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ? വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് വരട്ട് തത്വവാദമാണ്. സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണേ കല്യാണം കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം. എന്ത്? നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ. അത് 100% ഞാൻ ഉറപ്പ് തരുന്നു. എന്നാ താങ്ക് യു. ശരിക്കും നോക്കിക്കോളൂ. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പാർട്ടിക്കാര് മിണ്ടരുത്, വക്കീലാണ് കോടതി പോകും നോക്കിയാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ? ഒന്നുമില്ല, ചില കോടതി കാര്യങ്ങൾ പറയായിരുന്നു. അല്ല, റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് ഉണ്ട്. തമാശക്കോ? പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? പറയൂ. വേണ്ട, ഞാൻ തയ്യാറെടുപ്പിച്ചോളാം. കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം. ബൂർഷാസി കം സെലിം എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക്, അഡിൽ സക്സലിയുടെ പുസ്തകം? അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ? എന്താ വായനാശീലം ഇല്ലേ? അതൊക്കെയുണ്ട്. മംഗളം വാരികയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ശരി, വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ്? ഏതാ മോളെ? അത് ഏതായാലും പറഞ്ഞേക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹവ ബീച്ച്. ഹവ ബീച്ചോ? അതെന്ത് ബീച്ചാണ്? അറിയാതെങ്കിലും ഫോറിൻ ബീച്ച് ആയിരിക്കും. കോട്ടയം പുഷ്പനാഥനെയും മാത്യു മറ്റത്തിനെയും മോൾക്ക് വലിയ ഇഷ്ടാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല. എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം 1/2 മണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഒളിവിൽ. ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. INSP ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. മോളകത്തേക്ക് വെക്കോ. അച്ഛൻ നേരം നീ വന്നേ.
താനൊരു ഭ്രാന്തനെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം. എന്നിട്ടേ പോവാ. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലെ എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം. ഇനി ഇവിടെ നിൽക്കണ്ട. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കുട്ടിയുടെ ചേട്ടൻ, അതായത് എന്റെ മുതലാളി, അങ്ങേര് തുടങ്ങാൻ പോകുന്ന ബിസ്ക്കറ്റ് കമ്പനിയുടേതാണ് ഈ വാൻ. ഞാൻ അന്യനാണ്, പക്ഷെ ഈ വാൻ അന്യമല്ല. ഞാനിത് 4ാം തവണയാണ് കുട്ടിക്ക് കോളേജിലേക്ക് ഒരു ലിഫ്റ്റ് തരട്ടെ എന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ 3 തവണ പറഞ്ഞതേ ഇപ്പോഴും പറയാനുള്ളൂ. താല്പര്യമില്ല. ഓക്കെ, ഒരു നിമിഷം. ഞാനും സേതു മുതലാളി ഇപ്പൊ വളരെ ക്ലോസ് ആണ്. കുട്ടിയുടെ നാത്തൂനെ തട്ടിക്കൊണ്ടുവന്നത് എന്റെ നേതൃത്വത്തിലാണ്. പിന്നെ ഇന്നലെ എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? നേരം വൈകി. എന്താ നിന്റെ പേര്? എന്താ മുതലാളി? നമ്മുടെ വയറിംഗ് മെറ്റീരിയൽസ് മുഴുവൻ കളവ് വേടാ. നമ്മൾ നമ്മുടെ സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കുക. ഈ കാലത്ത് മോഷണം തടയാൻ അത്രേ ഉള്ളൂ വഴി. സർ, ഇവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി നമ്മുടെ പെരുമാറ്റ മുറകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ വയറ് വെളി വരും. ഇവിടുത്തെ സ്റ്റാഫിനെ ഒന്നും കൊണ്ടുപോണ്ട. വെളിയിൽ നിന്ന് ആര് വരാനാ സേതു സാറേ? സാറിന്റെ 2 ചാൺ വയറ് മോട്ടിക്കാൻ. സാറ് സമ്മതിക്കാണെ കള്ളനെ ഞാൻ ഈ നിമിഷം പിടിച്ചു തരാം സാറേ. അന്വേഷണം പുറത്തു മതി. സ്റ്റേഷനിൽ കംപ്ലൈന്റ് കിട്ടിയാൽ അന്വേഷണം പുറത്തു വെച്ച് വേണോ, അകത്തു വെച്ച് വേണോ, എവിടെ വെച്ച് വേണം, എങ്ങനെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. കേട്ടോ സാറേ? ഏതായാലും സ്ഥലത്തെ സ്ഥിരം കള്ളന്മാരെ ഞങ്ങളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, കള്ളനെ പിടിച്ചു തരാം. പിടിക്കട്ടെ. ചെല്ലളിയാ, വേണമെങ്കിൽ മതി. ഏകദേശം എത്ര രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ട് കാണും മുതലാളി? എനിക്കൊന്നും അറിയാൻ മേലടോ, എന്റെ തല ചുറ്റുന്നു. അത് കൊണ്ടുപോയ കഴിവേറി ദൈവമേ, മുടിഞ്ഞു പോണേ. ഒരു 8000 രൂപയുടെ മെറ്റീരിയൽസ് മേടിച്ചാ നമുക്ക് പണി തുടങ്ങാം സാർ. 8000 രൂപ എന്ന് വെച്ചാൽ ഇനി 8000 രൂപ ഞാൻ ഉണ്ടാക്കണം. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണ്ട എനിക്ക് KFC-യിലേക്ക് ചെല്ലാൻ. ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. ഈ പോയ സാധനമൊക്കെ 2 ദിവസത്തിനകം ഉണ്ടാക്കാന്ന് വിചാരിക്കുക. പിന്നെ ഇനി ഒരു എത്ര ദിവസം എടുക്കും ഇതൊക്കെ ഒന്ന് വലിച്ചു കെട്ടാൻ? ഏകദേശം ഒരാഴ്ച പിടിക്കും സാർ. ഒരാഴ്ച? ആ. എങ്കിൽ ഈ പരിപാടി പൊളിഞ്ഞത് തന്നെ. 4 ദിവസത്തിനകം ഇത് നടന്നില്ലെങ്കിൽ പിന്നെ 21ാം നൂറ്റാണ്ടിലെ ലോൺ കിട്ടൂ. ഒരു 8 മുഴം വയറ് കിട്ടുമോ? ഒരു തരി ബാക്കി വെച്ചിട്ടില്ല സാറേ. വേണ്ട, ഒരു 8 മുഴം കയറ് കിട്ടുമോ? എനിക്കൊന്ന് തൂങ്ങിച്ചാവാൻ. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനം ഇരിക്കോടോ? രൂപ 1ഉം 2ഉം അല്ല, 8000 അല്ലയോ? അല്ല മുതലാളി, നാളത്തെ കാര്യമൊന്നും പറഞ്ഞില്ല. ആ, രാവിലെ നീ വാനും എടുത്തുണ്ടെങ്കി വാ. അല്ല, ചുമ്മാ വാ പോന്ന് പറഞ്ഞാൽ വേന വരൂല. അതിനകത്ത് ഡീസൽ എന്ന് പറയുന്ന ഒരു സാധനം ഒഴിക്കണേ. അതിലിപ്പോ എന്താ കാണും? കഷ്ടിച്ച് ഷെഡിൽ കൊണ്ട് കയറ്റാം. പോവാ? ഓ, ഷെഡ് വരെ പോവോ? ഓ, എങ്കിൽ നീ ഇതുകൊണ്ട് ഷെഡിലിട. ആ. നമുക്കൊരു നല്ല കാലം വരുമ്പോ ഇതെടുത്ത് ഓടിക്കാം. നീ രാവിലെ ജംഗ്ഷനിൽ നിന്നാ മതി, ഞാനങ്ങ് വരാം. അല്ല വയറിംഗ് മെറ്റീരിയൽസ്? എടോ, അതാടോ പറഞ്ഞ് വാനിന്റെ RC ബുക്ക് പണയം വെച്ച് ബേബി ചായനോട് ഇത്തിരി കാശ് ചോദിക്കാം. ഓഹോ, അപ്പൊ വേനും പണയത്തിൽ. എന്നാ നീ രാവിലെ വരുമ്പോ ഒരു 5 ലക്ഷം രൂപയും കൊണ്ടുവാ. മുതലാളി, വല്ലാതെ ദാഹം, കുടിക്കാൻ എന്തെങ്കിലും? ആശേ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തു കൊടുക്കുക.
അത് ഇത് എന്താന്ന് നിന്നെ ഞാൻ സേതുക്കുഞ്ഞോട് പറഞ്ഞു നിന്റെ ജോലി ഞാൻ കളിപ്പിക്കും. ചേച്ചി എന്നോട് ക്ഷമിക്ക്. സേതു സേതു ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം. എന്ത് ധൈര്യത്തിലാ ഈ ഇഷ്ടം തോന്നി എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ. എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല. എന്തായി? എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ. നാളെ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവന്റെ അമ്മൂമ്മയ്ക്ക് വായിക്കിലിടാൻ ചോറോ ചായയോ ബിരിയാണി എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു വെക്ക്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോ ഉരുട്ടി ഉരുട്ടി വിഴുകട്ടെ. അതിനുള്ള കാശ് എന്നാ പണയം വെക്ക. എന്നാ ഞാനിനി പോട്ടെ. മുതലാളി അന്വേഷിക്കുന്നുണ്ടാവും. അതുകൊണ്ട് മാത്രമല്ല, സ്ഥിരമായിട്ട് ഞാനിങ്ങനെ പുറകെ നടന്നാൽ നാടും വീടും കുടിയൊന്നുമില്ലാത്ത എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ വലിയ തറവാട്ട് മഹിമ ആഢ്യത്തൊക്കെ ഉള്ള ഒരു തറവാട്ടിലെ പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. കളിയാക്കാണോ? സാറൊരു വണ്ടിയുമായി പുറകെ വന്നു, എന്നെ പിടിച്ച് അതിനകത്ത് കയറ്റി. ഇനി പോകേണ്ട വഴിക്ക് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഉവ്വ്, ഈ വണ്ടി എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കൊല്ലിയിലോട്ട് മറിയും. എന്തായാലും റിവേഴ്സ് ഗിയർ ഇടുന്ന പ്രശ്നമേ ഇല്ല. അതായത് സാറിന്റെ കമ്പനിക്ക് എന്റെ കമ്പനിയുടെ തുണി തരാം. കഴിഞ്ഞ 2 കൊല്ലമായി സാറേ ഞാൻ ഇതിനു വേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പക്ഷെ മാനേജർ കഴിഞ്ഞ 16 കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത്. സത്യം പറയാമല്ലോ സാർ, 5000 രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടും കാര്യം നടന്നില്ല. വേഗം കൊണ്ടാവനെ, ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി. പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയിൽ നിന്നാടോ ഇത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ആ ഹമുക്കിനോട് ചെന്ന് പറ, ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുക്കുടി? ഒന്നും വേണ്ട, താങ്ക്സ്. ഇനിയിപ്പോ നിങ്ങള് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ 5000 റുപ്യന്റെ കമ്മീഷൻ ഞമ്മക്ക് തരുക. ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്നതായിരിക്കും. അത് സാരമില്ല, ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ വലിയ ഇഷ്ടാ. നിങ്ങൾ 5000 റുപ്യ തരി. നിങ്ങളെ കമ്പനീന്റെ തുണി ഞമ്മളെ കമ്പനി വാങ്ങുന്നു. എന്താ പോരെ? എത്രയോ വർഷമായിട്ട് വേണുവേട്ടന്റെ വീട്ടുകാർക്കല്ലേ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ചേട്ടൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കമ്പനി ഓർഡർ മാറ്റി കൊടുത്തത്? ഞാൻ മാനേജറോട് ചോദിക്കട്ടെ. മാനേജറുടെ സത്യേട്ടൻ ചോദിച്ചു. അപ്പൊ മാനേജർ പറഞ്ഞു ആൽഫിയാണ് മാറ്റി കൊടുത്തതെന്ന്. മാനേജർ മാറ്റരുതെന്ന് പറഞ്ഞപ്പോ ആൽഫയോട് തട്ടിക്കയറിയെന്നും പറഞ്ഞു. അനിയും കുഞ്ഞൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. സർ, കൺസൈൻമെന്റ് അയക്കാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. LC ഓപ്പൺ ചെയ്യണം. LC ഇതുവരെ വന്നിട്ടില്ല. ഓൾ എവിടെ പോയി? സാർ, ഞാൻ അപ്പോഴേ സാറിനോട് പറഞ്ഞല്ലേ കുഴപ്പമാവുന്നു. വർമ്മ സാർ ലൈനിലുണ്ട്. സാറിനോടൊന്ന് അത്യാവശ്യം വീട്ടിലോട്ട് ചെല്ലാൻ. നമുക്ക് സൗകര്യം ഇല്ലെന്ന് പറ. അയാൾ വിളിക്കുന്നിടത്തൊക്കെ ചെല്ലലല്ല നമ്മളെ പണി. അങ്ങോട്ട് വരാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു സാർ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സാർ. വർമ്മ സാർ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. നമുക്ക് അർജന്റായിട്ട് പുറത്തേക്കൊന്ന് പോണം. വർമ്മ സാർ വന്നാ അയാളോട് പോയി പണി നോക്കാൻ പറ. ഇനി ഇവിടെ ഇരുന്ന് സുഖിക്കാണല്ലേ? ഞമ്മളെ കൊണ്ട് കഴിയില്ല ഇനി ഇവിടെ ഇരിക്കാൻ. ആകെ കുലുമാല്. മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയിൽ എഴുത്തും കുത്തും വർത്താനോ. ഫോണെടുത്ത് പോയാ മുഴുവൻ മുടിഞ്ഞ ഇംഗ്ലീഷ്. കുറെ നായിന്റെ മക്കളെ നമ്മൾ കുളിച്ച് തെറി വിളിച്ച് എന്നിട്ട് രക്ഷയില്ല. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? താൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, അല്ലാതെ വെറുതെ ചൂടാവുന്ന ആളല്ല ആൽഫി. ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം സാർ. ആദ്യം എന്താ ഉണ്ടായെന്ന് അറിയട്ടെ. 5000 രൂപ വാങ്ങിച്ചോട്ട് 60 ലക്ഷത്തിന്റെ ഓർഡർ നീ കൊടുത്താ? മൈമുനെ പളയെടുക്കാൻ പിന്നെ വേറെന്താ പോയി? മൈമുനയുടെ എന്നെ കൊടുത്ത് ഞാനിപ്പോ എന്ത് ചെയ്യും? ഒന്നുകിൽ ആ പണി വേണ്ടത് എന്നിട്ട് കുറെ കാലത്തേക്ക് ലീവ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ആൽഫിയുടെ അറിവുകൾ കൊണ്ട് സംഭവിച്ചതാണല്ലോ. ഇത്രയും നാള് ആ ഓർഡർ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ ഇന്ദുവിന്റെ ചേട്ടനാ. പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ മാറ്റണ്ടായിരുന്നു. അവർക്കും വിഷമമുണ്ട്. എനിക്കത് അറിയില്ലായിരുന്നല്ലോ. മാനേജർ പറഞ്ഞില്ലേ?
മാനേജർ ഒരു കാര്യം എന്നോട് തുറന്ന് പറയാറില്ല അങ്കിൾ. ആ മാനേജർ എന്ത് ചോദിച്ചാലും കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ ഒപ്പിട് ഇവിടെ ഒപ്പിട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് തനിക്കെങ്ങനെ അറിയാം? താനാരാ? എന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഓ, ഞാൻ എല്ലാ കാര്യവും ഇയാളായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ചന്ദ്രനെ കാണാൻ വന്നതാണ്. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ആൽഫിക്ക് വല്ലാതെ ദേഷ്യം വന്നു എന്നൊക്കെ അറിഞ്ഞു. അതാണല്ലോ അയാൾ പോയി പണി നോക്കട്ടെ എന്നൊക്കെ എന്നെ പറ്റി അതാ മാനേജറുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞ. ആ, അതെനിക്ക് തോന്നി. ആൽഫി വരൂ, അയാൾ പുറത്തു നിൽപ്പുള്ളൂ. ഞാൻ വരില്ല. എനിക്ക് അയാളുടെ മുഖം കണ്ട് എന്റെ കൺട്രോൾ പോവും. അതെന്താ? എന്നോട് ക്ഷമിക്കണം, ഞാൻ അയാളെ കാണില്ല. ഞാനയാളെ കാണില്ല. അയാള് എനിക്ക് അയാളെ കാണുന്നുണ്ട. അയാൾ മാപ്പ് പറയാനാണ് വന്നത്. കുറ്റവാളികൾക്ക് മാപ്പ് കൊടുക്കുന്ന വകുപ്പ് എന്റെ നിയമപുസ്തകത്തിലില്ല. അയാളെ തല്ലാനായി എന്റെ കൈകൾ ധരിച്ചപ്പോഴാണ് ഞാൻ ഇറങ്ങി ഓടിയത്. വീണ്ടും അയാളെ ഇവിടെ വെച്ച് കണ്ടാൽ എനിക്ക് അയാളെ കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് അയാളെ കണ്ട. ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, ഞാനില്ല ഇവിടെ. ഓക്കെ, ഞാൻ വിചാരിച്ചത് ശരിയാണ്. തന്റെ ഉള്ളു കുഴപ്പങ്ങൾ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ താൻ എന്നെ അറിയിച്ചാൽ. എന്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. എനിക്ക് അയാൾ ആകെ ടെൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. മാപ്പ് ചോദിക്കുന്നതൊക്കെ ഓഫീസിൽ വെച്ച് സൗകര്യം പോലെ മതി. ഇല്ല സർ, ഓഫീസിൽ മറ്റു സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്താൽ എനിക്കത് മാനക്കേടാണ്. ഇവിടെ വെച്ചാവുമ്പോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. തല്ലുന്നെങ്കിൽ തല്ലി. മിസ്റ്റർ രവീന്ദ്രൻ, സാറ് സൈൻ ചെയ്താലേ അക്കൗണ്ടന്റ് പണം അടയ്ക്കൂന്ന് പറഞ്ഞു. എന്നോട് ആരോടോ അകത്ത് വരാൻ പറഞ്ഞത്? എന്റെ മുഖം എനിക്ക് കണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ? വലിയ കോട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഞാനൊരു ഒന്നും പറയണ്ട. ഞാൻ ആൽഫി ആയതുകൊണ്ടും അപ്പു എന്റെ ചങ്ങാതി ആയതുകൊണ്ടും നമ്മൾ പറയാണ്, ഇവൻ എന്ത് ആഫീസിൽ നടന്നാലും അപ്പ പൊരയിലേക്ക് വിളിച്ചു പറയും. മേലാൽ എന്റെ ആഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ പൊരയിലേക്കോ മറ്റോ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഒരാൾ മാത്രമേ ആഫീസിൽ ഉണ്ടാകും നോക്കിക്കോളൂ. ചന്ദ്രാമയോട് ചോദിക്കും സർ. 9 വർഷമായി ആത്മാർത്ഥമായി ജോലി ചെയ്യാണ് ഞാൻ. ഒരു കംപ്ലൈന്റും കേൾപ്പിച്ചിട്ടില്ല. ഇക്കുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. കാരണം ഓള് പാവ കിടക്കുന്ന കടുപ്പ് കണ്ടില്ലേ, ഭയത്തടി വെട്ടിട്ട പോലെ. എന്റെ പൊന്നും കട്ടെ മോളെ, എന്നെ ഓർമ്മിച്ച് നമ്മൾ ഇയാളെ വെറുതെ വിടുന്നു. പോ എന്റെ മുമ്പിൽ നിന്ന്. അങ്ങനെ പോകരുത്. കാര്യങ്ങളൊക്കെ അപ്പ പറഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ല. ഒരു കാര്യം മാത്രം, ഓഫീസിൽ വെച്ച് ഇയാളോട് ദേഷ്യപ്പെടരുത്. നമുക്കൊക്കെ ഒരു കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ. അത് പിണങ്ങാനും വെറുക്കാനും ഉപയോഗിക്കുന്നതിന് പകരം ഇണങ്ങാനും ഇഷ്ടപ്പെടാനും ഉപയോഗിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം. എന്തു പറയുന്നു? എന്താ ഫ്രണ്ടിന്റെ പേര്? അപ്പു. ഓക്കെ, എല്ലാം ഇതോടെ അവസാനിച്ചു. രക്ഷപ്പെട്ട് മേലിൽ എന്നോട് ചോദിക്കാതെ ഓഫീസിൽ ഒരൊറ്റ കാര്യം ചെയ്തു പോരുത്. ലോണൊന്നും കിട്ടുന്നിടം വരെ നമ്മളിപ്പോ എങ്ങോട്ട് പോകണം? ഓഫീസിൽ പോടാ. ഓഫീസിൽ പോടാ. അയ്യേ, അയ്യേ, ആ വിവരം കേട്ടവൻ ഇങ്ങനെ കേറി ഉമ്മ വെക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന മാനേജർ എന്റെ അളിയനാണ്. അതുകൊണ്ട് എനിക്ക് കേറി പിടിക്കാനും പറ്റിയില്ല. സാരമല്ല, ഇത് തുടച്ചാ പോകും. അയ്യേ, എന്തിനാ കരയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കരഞ്ഞാല് എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിതകാലം മുഴുവൻ കരയേണ്ടവനല്ലേ ഞാനത് ഹാപ്പി ആയിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. പക്ഷെ അവൻ കാണിച്ചത് തെറ്റാണ്. എന്നാലും നമ്മള് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കണം. അല്ല, My name is Alfred. My name is Alfred. എന്താ? ആരാ? ഭൂതം കുറത്തിന്ന് പുറത്തേയാടി. ഇത് മറ്റവനാണ് അൽഫി. Yes. How do you know my wife? സാറ് വരണം. ഞാൻ സാറിനെ എന്തെങ്കിലും മീറ്റ് ചെയ്യുന്ന എനിക്കറിയാം. സാർ ഇരിക്കണം. ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ഞാൻ കാര്യം പറ്റിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. നൂറ, സാറിന് ചായ കൊടുക്ക്. ചായയിലൊന്നും ഒതുങ്ങുന്ന കേസല്ലേ ഇത്. നീ കൈകാര്യം ചെയ്യും. How do you know my wife? സാറിന്റെ ഭാര്യ ഞങ്ങൾക്ക് വഴിയിൽ ആക്സിഡന്റ് കിടന്ന് കിട്ടിയതാണ്. നാട്ടുകാരെടുത്ത് തലേ വെച്ച് വന്നപ്പോ
ആശുപത്രി കൊണ്ട് ചെന്നപ്പോ ഹസ്ബൻഡ് ആണെന്ന് ചോദിച്ചപ്പോ അവരെല്ലാം കൂടെ ഹസ്ബൻഡ് ആക്കിയപ്പോ ഒരുപാട് കോളത്തെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞു ഒപ്പിടാൻ പറഞ്ഞപ്പോ ഹസ്ബൻഡ് ആയി പോയതാണ്. അങ്ങനെ ലോൺ കിട്ടാൻ വേണ്ടിട്ട് ഒരു നാടകം കളിച്ചു പോയതാണ്. അല്ലാതെ ഐ എം നോട്ട് എ ചീഫ്. I'll call the police. പോലീസിനെ വിളിക്കുന്നത്. Okay, now explain everything nice to me. ഗതികെട്ട ഒരു പയ്യന്റെ മനസ്സ് ചേട്ടെങ്കിലും മനസ്സിലാക്കണം. എന്നോട് മാപ്പാക്കണം. ഓനോടൊന്നും തുറന്നു പറയല്ലേ. ഓ നമ്മൾ വിചാരിക്കുന്ന ആൽഫ്രഡ് അല്ല. പിന്നെ ആരാടാ? ഇവന് വട്ട. ഇവന്റെ ഭാര്യ ഏതോ കിണറ്റിൽ വീട് ചത്തു. അങ്ങനെ വട്ടായതാണ്. ആസ്പത്രി കൊണ്ടുപോകുന്ന വഴി കാറിന് ഇറങ്ങി ഓടി ഇങ്ങോട്ട് കയറിയതാ. പിടിച്ചോണ്ട് പോടോ ഇവനെ. Please, you take care of my wife. You know my wife. You know my wife. You please take care of her. Take care of her. I get a lot of things from America. She's a very nice girl. I love her very much. I love her. You take care of my wife. I love her very much. I love my wife. കാലത്തിന് ഒരു കോട്ടിട്ട ബട്ടന്റെ കാൽമല വീഴേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ആ പോയവന്റെ കണ്ടീഷനായി പോകും ഞാനും.